നമ്മുടെ കുഞ്ചൻ നമ്പ്യാരെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ അല്ല, ഇതിലും നല്ലൊരു കവിത വന്നേനായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ബുദ്ധിയിൽ ഒരു ചെറിയ ഒരു കവിത എന്താണെന്ന് കേട്ടു നോക്കാമല്ലേ. കാലം ഇത് കലിയുഗമല്ലേ, കലിയുഗ വരദനെ പോലും കട്ടുമുടിക്കാൻ വേണ്ടി ഭരിച്ചു, കക്കാനേറെ ഉണ്ടിവിടെ ദ്വാരപാലകരെ പാവം കട്ടിളപ്പടികളെ, എന്തിന് നിങ്ങൾ സ്വർണം പൂശി കാനനവാസൻ തൻ കട്ടിളകളെ, അതിനാൽ നിങ്ങൾ നാടുകൾ ചുറ്റി വീടുകൾ ചുറ്റി ഒടുവിൽ സ്വർണം ചെമ്പായി മാറി, കള്ളന്മാരും കൊള്ളക്കാരും നാട്ടിൽ സുഖിച്ചു വാണിടും കാലം പാവം ജനങ്ങളെ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടന്മാരായി മാറ്റുന്നു. നമ്മുടെ സർക്കാരിൻ്റെ ഭരണത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അഴിമതിയാണ് ഇന്ന് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും എന്തിന് രാജ്യം മുഴുവൻ അലയടിക്കുന്നത്. കൂട്ടക്കുരുക്കിൽ ഒരു കെട്ടഴിഞ്ഞാൽ ബാക്കിയുള്ള കെട്ടുകൾ താനേ അഴിയുമെന്നാണല്ലോ അല്ലേ? അതെ, ഇപ്പോൾ നോക്കി വന്നപ്പോൾ എല്ലാ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലെയും അവസ്ഥ തഥാസ്തു. എങ്ങും മോഷണം അല്ല, മോഷണ പരമ്പരയാണ്. ചില ക്ഷേത്രങ്ങളിലെ ഭഗവാന്റെ മാലയിലെ മുത്ത് കാണാനില്ല, ചിലയിടത്ത് നടയ്ക്ക് സമർപ്പിച്ച സ്വർണം കാണാനില്ല, ചില ഭഗവാന്റെ മോതിരങ്ങൾ ആഭരണങ്ങൾ എന്ന് വേണ്ട എല്ലാം മോഷണം പോകുന്നു. അതായത് ഇവരൊക്കെ കരുതി കാണും ഭഗവാനല്ലേ, അദ്ദേഹത്തിന് എന്തിന് സ്വർണവും പണവും, ചിലവൊന്നും ഇല്ലല്ലോ, നമുക്കാണേലോ ചിലവോട് ചിലവ്, എല്ലാത്തിനും തീ പിടിച്ച വിലക്കയറ്റം. സർക്കാർ നമ്മുടേതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അതുപോട്ടെ, പാവങ്ങൾ കിട്ടുന്ന ശമ്പളവും കിമ്പളവും ഒന്നും തികയുന്നില്ലെന്നേ. പിന്നെ പിടിക്കുമ്പോൾ പുളിങ്കൊമ്പ് എന്നതുപോലെ തുടക്കം പാവം നമ്മുടെ അയ്യപ്പനിട്ടായിരുന്നു പണി. അദ്ദേഹമാകുമ്പോൾ സന്യാസിയാണ്, സ്ത്രീകളാരും കൂടെ ഇല്ലല്ലോ എന്നൊക്കെ കരുതി കാണും. ജനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റൊരു ശല്യവും ഉണ്ടാകരുതേ എന്ന് കരുതിയിട്ടാകും സ്വാമി അന്ന് തൻ്റെ മൂലസ്ഥാനമായി ശബരിമല തിരഞ്ഞെടുത്തത്. എന്നാൽ ഇന്നോ സകലമാന ദുരന്തങ്ങളും അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇനി എങ്ങാനും ശബരിമല എന്ന പേര് മാറ്റി വേറെ എന്തെങ്കിലും ആക്കാനാണോ പരിപാടി? അയ്യപ്പ സംഗമമൊക്കെ നടന്നത് കാരണം ബഹുമുഖ കെട്ടിടങ്ങളൊക്കെ കെട്ടി ഉയർത്തി അയ്യപ്പനെ AC റൂമിലെങ്ങാനും ആക്കുമോ ആവോ? അങ്ങനൊന്നും ഉണ്ടാകില്ല. എങ്കിൽ പിന്നെ എത്രയോ വികസനം ഇതിനു മുൻപേ കേരളത്തിൽ ഉണ്ടായേനെ. പലതും ഇങ്ങനെ പൊതുജനങ്ങളെ കഴുതകളാക്കി ഉദ്ഘാടിച്ചിട്ടുണ്ട്. വികസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും തന്നെ വികസിച്ച് കണ്ടിട്ടുമില്ല, പൂർത്തിയാക്കിയിട്ടുമില്ല. ഒരു കാര്യം മനസ്സിലായി, ശബരിമലയിൽ സർക്കാർ എവിടെ തൊട്ടിട്ടുണ്ടോ അതെല്ലാം പാളിയിട്ടേ ഉള്ളൂ. ശബരിമല മെസ്സ് പാളി, മരാമത്ത് പണി പാളി, ശൗചാലയം ടെൻഡർ പാളി, നിലയ്ക്കൽ വിഷയം പാളി, ഒടുവിൽ ഇപ്പോൾ സ്വർണ്ണപ്പാളികൾ കട്ടിളകൾ അതും പാളി. അവിടെ എന്താ ഒരു തീയും പുകയും? അത് നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് സാറാണ്. അദ്ദേഹം നെഞ്ചത്തടിച്ച് സത്യം ചെയ്യുകയാണ് 2024 എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത് എന്ന്. മാത്രമല്ല ഉത്തരവാദിത്വവും ബോർഡിനാണ്. നോട്ട് ദ പോയിന്റ്, 2024 ഉത്തരവാദിത്വം. ഓക്കെ. അപ്പോൾ ഇതിനു മുൻപും ശേഷവും മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നാണോ? മാത്രമല്ല അന്വേഷണത്തിന് തങ്ങൾ പറഞ്ഞിട്ടല്ലേ അന്വേഷണം വന്നതെന്ന്. കഷ്ടം. എൻ്റെ പ്രസിഡന്റ് അത് കോടതി പറഞ്ഞിട്ടാണെന്നും അല്ലാതെ താങ്കളുടെ നീണ്ട പ്രസംഗം കേട്ടിട്ടല്ലെന്നും എല്ലാവർക്കും അറിയാമെന്നേ. പക്ഷേ ഇത് 100 ആവർത്തി ഉറപ്പിച്ച് പറയുമ്പോഴും നമ്മുടെ പ്രസിഡന്റിൻ്റെ മുഖത്ത് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. ചിലപ്പോൾ നമുക്ക് തോന്നിയതാകാം. ഇത്രയൊക്കെ ഉറപ്പിച്ച് പറയുകയല്ലേ പാവം. പിന്നൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ എന്ന ബിരുദൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാൻ താൻ പറഞ്ഞിട്ടേയില്ല. ഇത് സത്യം. ഇനി ഇതെങ്ങാനും ആരെങ്കിലും താൻ തെറ്റുകാരനാണെന്ന് തെളിയിച്ചാൽ ആ നിമിഷം താൻ രാജിവെച്ചിരിക്കും. എനിക്ക് വയ്യ, ചിരിച്ച് മരിക്കും. അദ്ദേഹത്തിന് അറിയാമെന്ന് ഇനി എങ്ങാനും രാജിവെച്ചാലും തനിക്ക് ഇതിനേക്കാളും നല്ലൊരു താവളം കിട്ടുമെന്ന്. അതാണല്ലോ നമ്മുടെ സർക്കാർ. ഇതേ വകുപ്പിൽ, അതായത് നിലയ്ക്കൽ, മരാമത്ത്, മെസ്സ് തുടങ്ങിയ വകുപ്പിലെ അഴിമതിക്കാരെ കയ്യോടെ പിടികൂടി ആ വീരന്മാരായ സാറന്മാരെ ഇന്ന് പല ഉയർന്ന പോസ്റ്റുകളിലും ഇരുന്ന് ശമ്പളം വാങ്ങുന്നുണ്ട് കേട്ടോ. അതൊക്കെ അറിയാവുന്നത് കൊണ്ടാകും ഈ സാറും ഇത് പറയുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ സാറേ, ഈ അടുത്ത കാലത്ത് ദേവസ്വം ബോർഡിലെ പല ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു. അതിനൊന്നും ഇതുവരെ
ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? പ്രിയ പ്രസിഡന്റ്, ഇതൊന്നും പറഞ്ഞൊഴിയാൻ പറ്റില്ല. കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കളവ് അതല്ല കൊള്ള നടന്നു എന്നതിന് തെളിവുണ്ട്. അന്വേഷണം നടക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. 2007 ഒരു പൂജാരിയുടെ വെറും കീഴ്ശാന്തിയായി വന്നു പിന്നീട് തന്ത്രിയേക്കാളും ദേവസ്വം ബോർഡിനേക്കാളും എന്തിന് നമ്മുടെ മുഖ്യനേക്കാളും വളർന്നു പന്തലിച്ചു. എന്നാലും എൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി പാവം അയ്യപ്പനോട് ഇത് വേണ്ടായിരുന്നു. എന്താ? ആരാ അവിടെ? ഓ, മനസ്സിലായി, നമ്മുടെ പാവം പ്രതിപക്ഷ നേതാവാണ്. എന്താണെന്നറിയില്ല, എന്തോ പറയുന്നുണ്ട് കേട്ടോ അദ്ദേഹം. എന്താണെന്ന് കേട്ട് നോക്കാം. എപ്പോഴുമുള്ള ഒരു അജണ്ട മുഖ്യൻ രാജിവെക്കണം എന്നൊരു സ്ഥിരം പല്ലവിയാണ്. പക്ഷെ ഇപ്പം കേൾക്കുന്നത് അതല്ലല്ലോ. ഓ, അത് ശരി, ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം പോലും, മുഴുവൻ അംഗങ്ങളെയും പ്രതി ചേർക്കണമെന്നും. എൻ്റെ പൊന്നു പ്രതിപക്ഷ നേതാവെ, ഇവിടെ താടി കത്തുമ്പോഴാണോ നിങ്ങൾ ബീഡി കത്തിക്കുന്നത്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗ്രൂപ്പിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. കാരണം ഇതൊന്നും കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് നമ്മുടെ മുഖ്യൻ രാജ്യം വിട്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ? മനസ്സിലായി. എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്നല്ലേ? പോയി വരട്ടെ അല്ലേ? ഇനി സന്ദർശിക്കാൻ രാജ്യങ്ങളൊന്നും ഇല്ല മുഖ്യന്. ഇങ്ങനെ ഒരു സർക്കാർ അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു എന്നായിരുന്നു. ഓർക്കാൻ കൂടി വയ്യ കേട്ടോ. എന്തായാലും ഈ കോലാഹലങ്ങൾ ഒന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് നിൽക്കും. അതിനിടയിൽ ഇതിനെ മറക്കാൻ വേറൊരു വിഷയം ഉണ്ടാകും, അല്ല ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ പിന്നാലെയാകും നമ്മുടെ യാത്ര. അതാണല്ലോ ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിന് വരും ദിവസങ്ങളിൽ കൃത്യമായ അല്ലെങ്കിൽ സത്യസന്ധമായ ഒരു അവസാനം ഉണ്ടാകട്ടെ. തെറ്റ് ചെയ്തവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ അല്ലേ? അതൊക്കെ അങ്ങനെ തന്നെ വരട്ടെ. ഇനിയിപ്പോൾ മണ്ഡലകാലമൊക്കെ തുടങ്ങാറായി. ശരണം വിളികൾ മുഴങ്ങട്ടെ. എൻ്റെ പൊന്നയ്യപ്പ, നിന്നെ നീ തന്നെ കാത്തോണേ. സ്വാമിയേ ശരണമയ്യപ്പ.